ആത്മഹത്യ ചെയ്തവരുടെ വീടാണത്. അവർക്കൊപ്പം അന്നേ ഹൃദയം പൊട്ടി മരിച്ചുപോയൊരു വീട്. ഇരുട്ട് വീഴുമ്പോൾ ത്രിസന്ധ്യക്ക് നിലവിളക്ക് കത്തിച്ചു വയ്ക്കാറുള്ളിടത്ത് വേലിപ്പടർപ്പിൽ നിന്ന് ഒരു മിന്നാമിന്നി പതിയെ പറന്നിരിക്കും. എവിടുന്നോ ഒരു ചന്ദനത്തിരി പുകഞ്ഞു നീറും. അയൽപക്കങ്ങൾ അവിടേക്കു തുറന്നിട്ടിരിക്കുന്ന ജനാലകൾ പതിയെ വലിച്ചടയ്ക്കും. ഇറയത്തെ വലിയ തൂണിലേക്ക് പടർന്നു കയറിയ കാട്ടുവള്ളിമേൽ ഒരു കാറ്റ് വന്നു തത്തിക്കളിക്കും. ആത്മഹത്യയ്ക്കു മുൻപ് അടുക്കള ചുമരിന്മേൽ അവൾ വരച്ച എത്രയെത്ര ജീവനുള്ള ചിത്രങ്ങൾ. ശലഭങ്ങൾ 1000 ചുറ്റിപ്പറക്കുന്ന ഒരു മനോഹര ഉദ്യാനം. പൂക്കുവെയിലിൽ മിന്നുന്ന ഇടതൂർന്ന വനസ്ഥലി, കുന്നിൻ ചെരുവ്, പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന കാട്ടാറ്. അവർ മൂവരും ഉറങ്ങുന്നിടത്ത് ഇപ്പോൾ നിറയെ തണൽ മൂടിയ മുളങ്കാടാണ്. പകൽ വെയിലിൽ കാറ്റുവന്നു തൊടുമ്പോൾ അവയൊന്നിച്ച് ആർദ്രമായ ഒരു പാട്ടിന് ശ്രുതി മീട്ടും. അവൾക്കപ്പോൾ ക്ലാസ്സിലെ തൻ്റെ കൂട്ടുകാരെ ഓർമ്മ വരും. ഒരു കരച്ചിൽ പൊട്ടും. അവരൊക്കെ ഇപ്പോൾ എത്ര വലുതായിരിക്കുന്നു എന്നാശ്ചര്യപ്പെടും. അവസാനത്തെ പിറന്നാളിന് അച്ഛൻ വാങ്ങിക്കൊടുത്ത സൈക്കിൾ ചെമ്പരത്തിച്ചോട്ടിൽ കല്ലിച്ച മുഖത്തോടെ ഇപ്പോഴും തുരുമ്പെടുത്തു നിൽപ്പുണ്ട്. ഇടവഴിയിൽ ആരുടെയെങ്കിലും കാലൊച്ച കേട്ടാൽ മുറ്റത്തേക്ക് വളഞ്ഞും തിരിഞ്ഞും പോകുന്ന പൊട്ടിയ ചെങ്കൽപ്പടിയിൽ അവൾ തിടുക്കപ്പെട്ടു വന്നിരിക്കും. കണ്ണുകളിൽ കരച്ചിലും ചിരിയും ഇടകലർന്ന 1000 ചോദ്യങ്ങൾ. ഏകാന്തതയുടെ, ഓർമ്മകളുടെ ഭൂതായനങ്ങളുടെ അനന്ത സാമ്രാജ്യത്തിലിരുന്നു മടുക്കുമ്പോൾ അവൾ പിന്നെയും മുളങ്കാടിനുള്ളിലേക്ക് കയറിപ്പോകും. ആത്മഹത്യ ചെയ്തവരുടെ വീടാണത്. ഭിത്തികളിലും കുഞ്ഞായിരുന്നപ്പോൾ അവൾ മുട്ടിലിഴഞ്ഞ നിലത്തുമെല്ലാം ആരുമാരും സ്പർശിക്കാനില്ലാത്തതിൻ്റെ അടയാളങ്ങൾ പെരുകിയിട്ടുണ്ട്. മുഴച്ചും വിളർത്തും പൂപ്പൽ പിടിച്ച ഇടനാഴികൾ. അന്ന് മരിക്കുന്നതിൻ്റെ 2 നാൾക്കു മുന്നേ പരിസ്ഥിതി ദിനത്തിൽ അവൾ നട്ട ഒട്ടുമാവ് ഇപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മുന്നേ അച്ഛനും അമ്മയും യാത്രയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങിയതൊന്നും അവൾക്കറിയുമായിരുന്നില്ലല്ലോ. കടമൊന്നും ബാക്കി വയ്ക്കാത്ത ആത്മാഭിമാനിയായിരുന്നല്ലോ അച്ഛൻ. പലചരക്കു കടയിലെ പറ്റുതീർത്തു പിന്തിരിയുമ്പോൾ ഈ ഭൂമുഖത്ത് യാതൊന്നിനു വേണ്ടിയും ഇനിയൊരു പറ്റുതീർപ്പിന് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാൻ വെമ്പിയ മുഖത്തെ തൂക്കിയിട്ടിരിക്കുന്ന വാഴക്കുലക്കപ്പുറം ഒരു പഴമുരിഞ്ഞു കഴിക്കുന്ന വ്യാജേന ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ടാകാം. വീടിനു മുൻപിൽ വന്നു നീട്ടി ഹോണടിച്ച മീൻകാരൻ്റെ പറ്റു തീർക്കാൻ നിറഞ്ഞ ചിരിയോടെ ഓടിച്ചെന്നത് അവളായിരിക്കാം. ഇനി ഒരാഴ്ചത്തേക്ക് മീൻ വേണ്ട, ഞങ്ങളൊരു യാത്ര പോവാണ് എന്ന് കിതപ്പോടെ പറഞ്ഞിരിക്കാം. എല്ലാ യാത്രയിലെയും എന്ന പോലെ ഈ യാത്രയിലും ഞാനും എന്നവൾ ശഠിച്ചു. അന്ന് വളരെ തണുപ്പുള്ള ഒരു പ്രഭാതമായിരുന്നു. കമ്പിളിപ്പുതപ്പിനുള്ളിൽ നിന്നും മടിച്ചു മടിച്ചാണ് അവൾ കണ്ണു തിരുമ്മി എഴുന്നേറ്റത്. ഇന്ന് സ്കൂളിൽ പോണ്ട മോളൂ, കുറച്ചുനേരം കൂടി ഉറങ്ങിക്കോ. കാതിനരികിൽ അമ്മയുടെ ശബ്ദം. ഇന്നാണോ നമ്മൾ യാത്ര പോകുന്നത്? അമ്മ പതുക്കെ മൂളി. അവളുടെ ഉള്ളിൽ ആഹ്ലാദമല തല്ലി. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലാത്ത അമ്മയുടെ കണ്ണുകളിൽ അവൾക്കിതുവരെ പരിചയമില്ലാത്ത നിഗൂഢമായ ഒരു ഭാവമായിരുന്നല്ലോ എന്നത് അവൾ ആഹ്ലാദത്തിനിടയിൽ ഓർത്തതേയില്ല. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നല്ലോ. എന്തൊരു തിടുക്കമായിരുന്നു അച്ഛനും അമ്മയ്ക്കും. ഞങ്ങളിതാ ദീർഘമായ ഒരു യാത്ര പോകുന്നു എന്ന് പുറം ലോകത്തോട് നിശബ്ദമായി വിളിച്ചു പറയും പോലെ അടുക്കളവാതിലിനു വെളിയിൽ നിരത്തിവെച്ച 3 ജോഡി ചെരുപ്പുകൾ. അല്ല, അത് അത്രമേൽ ജീവിതം പൊള്ളിച്ച 3 മനുഷ്യരുടെ വെന്ത കാലിൻ്റെ അടയാളങ്ങളായിരുന്നു. ഋതുക്കൾ ഇടതടവില്ലാതെ കടന്നുപോകെ ആത്മഹത്യ ചെയ്തവരുടെ വീട് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവിൻ്റെ ഭാരവും പേറി ആ പ്രദേശത്തെ ഒന്നാകെ ചൂഴ്ന്നു നിൽക്കുന്ന സ്മാരകമെന്നോണം നിശബ്ദമായി നിലകൊള്ളുന്നു. ആത്മഹത്യ ചെയ്തവരുടെ വീടാണത്. അവർക്കൊപ്പം അന്നേ ഹൃദയം നുറുങ്ങി മരിച്ചുപോയൊരു വീട്.